സൂറത്ത് അഹ്സാബിലെ 32-ാമത്തെ ആയത്ത് ആണ് ജബ്ബാർ കൈകാര്യം ചെയ്യുന്ന മറ്റൊന്ന്. യാ നിസാ അന്നബിയ്യ ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാഇ ഇനിത്തഖൈതുൻ ഫലാ തഖ്ളഅന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലൻ മഅറൂഫാ. പ്രവാചക പത്നിമാരെ, നിങ്ങൾ മറ്റു സ്ത്രീകളിൽ ആരെയും പോലെയല്ല. ഇനി തഖൈതുന്ന, നിങ്ങൾ തഖ്വ കൈക്കൊള്ളുന്നവരെങ്കിൽ, ഫലാ തഖ്ളഅന ബിൽ ഖൗലി, അതുകൊണ്ട് നിങ്ങൾ സൗമ്യമായി സംസാരിക്കരുത്. ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, അങ്ങനെ വരുമ്പോൾ ഹൃദയത്തിൽ രോഗമുള്ളവൻ അവൻ ആഗ്രഹിക്കും, കൊതിക്കും. വഖുൽന ഖൗലൻ മഅറൂഫ, നിങ്ങൾ നല്ല വാക്ക് പറയുക. ഇതാണ് ഇതിൻ്റെ നേർക്കുനേരുള്ള അർത്ഥം എന്ന് പറയുന്നത്. ഇവിടെ ജബ്ബാർ പറയുന്നത്, ജബ്ബാർ ഇതിവിടെ ഈ ലൈംഗിക ചുവ അത് കുറച്ച് പെരുപ്പിച്ച് കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. എന്താണ് ജബ്ബാർ പറഞ്ഞത്? മറ്റുള്ളവരെ പോലെയല്ല നബിയുടെ ഭാര്യമാർ, സൗമ്യമായി സംസാരിക്കരുത് എന്നവരോട് പറയുന്നു. സ്ത്രീ ശബ്ദം കേട്ടാൽ വ്യഭിചാരത്തിലേക്ക് പോവുമെന്ന ബേജാറാണ് മുഹമ്മദിനുള്ളതെന്നാണ്. സ്ത്രീകളുടെ ശബ്ദം കേട്ടാൽ വ്യഭിചാരത്തിലേക്ക് പോകുമെന്ന ബേജാറാണ് മുഹമ്മദിനുള്ളത്. യഥാർത്ഥത്തിൽ ഇത് തന്നെ ജബ്ബാറിന് എന്താണ് ഈ പറയുന്നതെന്ന് മനസ്സിലായിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. കാരണം ഇവിടെ പുരുഷന്മാരോട് നിങ്ങൾ സ്ത്രീകളുടെ ശബ്ദം കേൾക്കരുത് എന്നല്ല പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ജബ്ബാർ പറയുന്നതിന് അർത്ഥമുണ്ട്. സ്ത്രീകളുടെ ശബ്ദം കേട്ടാൽ വ്യഭിചാരത്തിലേക്ക് പോകുമെന്ന ബേജാറ് പറഞ്ഞാൽ സ്ത്രീകളുടെ ശബ്ദം കേട്ടാൽ വ്യഭിചാരത്തിലേക്ക് ആണുങ്ങൾ പോവും എന്നുള്ള ഉണ്ടാവുന്നതാണല്ലോ. അപ്പോൾ പുരുഷന്മാരാണോ അത് പറയേണ്ടത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് പറയുന്നതിലൂടെ ഇത് യഥാർത്ഥത്തിൽ നബിയുടെ ഭാര്യമാരോട് മാത്രമുള്ള ഒരു നിർദ്ദേശമൊന്നുമല്ല, മൊത്തം മുസ്ലിം സ്ത്രീകളോട് എല്ലാവരോടുള്ളൊരു നിർദ്ദേശമാണത്. പക്ഷെ അതിൽ മാതൃക കാണിക്കേണ്ടത് പ്രവാചക പത്നിമാരാണ് എന്നതുകൊണ്ട് യാ നിസാൻ നബിയ്യ്, പ്രവാചക പത്നിമാരെ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയുന്നു എന്നുള്ളേ ഉള്ളൂ. മൊത്തത്തിൽ തഖ്വ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഉൾക്കൊള്ളാൻ തയ്യാറുള്ള ഏതൊരു സ്ത്രീയുടെയും ബാധ്യതയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി തഖൈതുന്ന, തഖ്വ ഉണ്ടെങ്കിൽ, തഖ്വ കൈക്കൊള്ളാനുള്ളത് പ്രവാചക പത്നിമാരുടെ മാത്രം ബാധ്യതയല്ല, ഏതൊരു മുസ്ലിം സ്ത്രീയുടെയും ബാധ്യതയാണ് തഖ്വയോട് കൂടി ജീവിക്കാനുള്ളത്. അങ്ങനെ തഖ്വയോട് കൂടി ജീവിക്കുമ്പോൾ അവർ ചെയ്യേണ്ടത് എന്താണ്? അവർ ചെയ്യേണ്ടത് ഫലാ തഖ്ളഅന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, മനസ്സിൽ രോഗമുള്ള എന്ന് പറഞ്ഞാൽ സ്ത്രീകളോട് അമിതമായിട്ടുള്ള താല്പര്യം വെച്ച് പുലർത്തുകയോ സ്ത്രീകളെ ഏത് നിലക്കും വശീകരിക്കുകയോ ഒക്കെ ചെയ്യാവുന്ന മാനസികാവസ്ഥയെയാണ് ഇവിടെ മറന്ന്, രോഗം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകൾ, ഈ സ്ത്രീകൾ വളരെ സൗമ്യമായി, ഇവിടെ ഫലാ തഖ്ളഅന ബിൽ ഖൗലി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കൊഞ്ചിക്കുഴഞ്ഞുള്ള സംസാരത്തെ പറ്റിയാണ്. ജബ്ബാർ അത് സൗമ്യമായ സംസാരം എന്ന് തെറ്റായിട്ട് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പുരുഷനെ ആകർഷിക്കുന്ന രീതിയിലുള്ള കൊഞ്ചിക്കുഴഞ്ഞുള്ള സംസാര രീതി പെണ്ണുങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, സൗമ്യമായിട്ടുള്ള സംസാരം പാടില്ല എന്നാണെങ്കിൽ വഖുൽന ഖൗലൻ മഅറൂഫ എന്ന് പിന്നെ ഖുർആൻ പറയാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ സൗമ്യമായിട്ടുള്ള സംസാരം എന്നതല്ല ഈ ഫലാ തഖ്ളഅന ബിൽ ഖൗലി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് വളരെ വ്യക്തമാണ്. ഖളഅ ബിഹി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഖുളൂഅ് എന്നാൽ വിധേയത്വം, വിനയം, കീഴ്പ്പെടൽ, ഇതിനൊക്കെയാണ് പറയാം. അപ്പോൾ ഒരു പുരുഷൻ്റെ മുമ്പിൽ അയാൾക്ക് വിധേയപ്പെടുന്ന രീതിയിലുള്ള ഭാഷണം, സംസാരം ആ നിലക്ക് നടത്തുന്നതാണ് ഇവിടെ നിരോധിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് വഖുൽന ഖൗലൻ മഅറൂഫ എന്ന് തുടർന്ന് പറഞ്ഞത്. നിങ്ങൾ ആളുകളോട് സംസാരിക്കുമ്പോൾ മാന്യമായിട്ടാണ് സംസാരിക്കേണ്ടത്.
ഇവിടെ സംസാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യനെ ആകർഷിക്കുന്നൊരു സംഗതിയാണോ എന്ന് ചോദിച്ചാൽ, ജബ്ബാർ വലിയ മനഃശാസ്ത്രമൊക്കെ പറയുന്ന ആളാണല്ലോ. മനഃശാസ്ത്രപരമായി പോലും സംസാരം എന്നത് മനുഷ്യനെ രണ്ട് രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളതാണ്. ഒന്ന്, മനുഷ്യനെ അത് അടുപ്പിക്കാൻ പ്രയോജനപ്പെടും, അതേ അവസരം തന്നെ അത് അകറ്റാനും പ്രയോജനപ്പെടും എന്നുള്ളത് അംഗീകരിക്കപ്പെട്ടൊരു സംഗതിയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും മനഃശാസ്ത്രപരമായുള്ള പഠനത്തിൽ ഈ കുടുംബ വ്യവഹാരങ്ങളിൽ അല്ലെങ്കിൽ കുടുംബങ്ങൾ തമ്മിലുള്ള ഇടപെടലുകളിൽ എങ്ങനെ ആയിരിക്കണം കാര്യങ്ങൾ കൈയാളേണ്ടത്, എങ്ങനെ ആയിരിക്കണം ഭാര്യയും ഭർത്താവും സംസാരിക്കേണ്ടത്, ഉമ്മയും മക്കളും ബാപ്പിയും മക്കളും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകൾ അവരെങ്ങനെ സംസാരിക്കണം, എങ്ങനെ സംസാരിച്ചു കൂടാന്നൊക്കെ പഠിപ്പിക്കണം. അതുകൊണ്ടാണ്. അപ്പോൾ സംസാരിക്കുന്നത് മാന്യമാവണം. പക്ഷെ ആ മാന്യത എന്ന് പറയുന്നത് ആളുകളെ ആകർഷിക്കുന്ന രീതിയിലാവാൻ പാടില്ല. ഇതാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. അല്ലാതെ അവിടെ ജബ്ബാർ പറയുന്ന മാതിരിയുള്ള വേറെ ലൈംഗിക ചുവ വേറൊന്നും അതിലില്ല. ലൈംഗിക ചുവ ഉണ്ടായപ്പോഴാണ് ആടിക്കുഴഞ്ഞ് ആണുങ്ങളെ ആകർഷിക്കുന്ന രീതിയിലുള്ള സംസാരം ഉണ്ടാകുമ്പോഴാണ്. അങ്ങനെ വരുമ്പോൾ ഇത്തരം രോഗാതുര മനസ്സുകൾ ഈ സ്ത്രീകളുമായിട്ടുള്ള വീഴ്ചക്ക് താല്പര്യപ്പെടും. അത് നമ്മൾ നിത്യേന നമ്മളുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയുമാണ്. സംസാരമാണ് ആദ്യത്തെ കേൾവി. എങ്ങനെയാണ് ആളുകൾ ഇതിലൊക്കെ പെട്ടുപോകുന്നത് എന്നുള്ളത് ഇന്ന് വളരെ വ്യക്തമാണ്. ആദ്യം ഒന്ന് കേൾക്കുന്നു, പിന്നീട് നേരിട്ട് സംസാരിക്കുന്നു, പിന്നീട് ആ സംസാരം തുടർന്നു പോകുന്നു, പിന്നെ അത് മുറുകി അവസാനം തെറ്റായിട്ടുള്ള മാർഗത്തിലേക്ക് എത്തിപ്പെടുന്നു. ഇവിടെ തെറ്റ് എന്ന് പറയുമ്പോഴും മനസ്സിലാക്കേണ്ടത്, യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം അവിടെ തെറ്റും ശരിയൊന്നുമില്ല. അവരെ കാഴ്ചപ്പാടിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ ആരായിരുന്നാലും അവർ തമ്മിൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ, യോജിച്ചു കഴിഞ്ഞാൽ, സമ്മതം മൂളിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ തെറ്റും ശരിയൊന്നുമില്ല, അവർക്ക് എങ്ങനെയും ബന്ധപ്പെടാമെന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു കാഴ്ചപ്പാട് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അവിടെ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മികമായിട്ടുള്ള ചില നിലപാടുകളുണ്ട്. ആ നിലപാട് പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. സത്യവിശ്വാസികളായിട്ടുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ അത് അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ പലപ്പോഴും ആണുങ്ങളെ ആകർഷിക്കുക എന്നുള്ളത് പെണ്ണുങ്ങളുടെ ഇത്തരത്തിലുള്ള സമീപനമാണ് എന്നതൊരു വസ്തുതയാണ്. അതുകൊണ്ടാണ് പെണ്ണുങ്ങളുടെ ജീവിതത്തിൽ ചില പ്രത്യേക ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ഇസ്ലാം ആവിഷ്കരിച്ചത്. ഇസ്ലാം മാത്രമല്ല, ലോകത്ത് എല്ലാവരും തന്നെ എല്ലാ മതങ്ങളും അംഗീകരിച്ചിട്ടുള്ളൊരു സംഗതിയാണ്. അത് ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്നു. അതുകൊണ്ട് ധാർമ്മിക സദാചാര ലംഘനം വരുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും അത് വാക്കാൽ പോലും ആരുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. വിശേഷിച്ചും അത് പ്രവാചകൻ്റെ പത്നിമാരിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഇതാണ് ഇവിടെ ഖുർആൻ പറയുന്നത്. അല്ലല്ലാതെ തൻ്റെ ഭാര്യമാരുടെ ശബ്ദം ആണുങ്ങളാരോ കേട്ടുപോയാൽ ഈ ഭാര്യമാർ മറ്റുള്ള ആണുങ്ങളുടെ പിന്നാലെ പോകും എന്ന് പ്രവാചകന് ഭയമുണ്ട് എന്ന് ജബ്ബാർ പറയുന്നത് തന്നെ തെറ്റായിട്ടുള്ള പരാമർശമാണ്. കാരണം അങ്ങനെയാണെങ്കിൽ ആണുങ്ങളോടാണല്ലോ പറയേണ്ടത്, നിങ്ങൾ എൻ്റെ പെണ്ണുങ്ങളെ വർത്തമാനം കേൾക്കാൻ പാടില്ല. അതേസരം അവിടെ മറ്റ് പുരുഷന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുമായിട്ട് സംസാരിക്കണതിന് ഒരിക്കലും തടയില്ല. സംസാരിക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. പെണ്ണുങ്ങളോട് പറയുന്നത്, നിങ്ങൾ ആണുങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ അവിടെ സൂക്ഷിക്കേണ്ടതുണ്ട്. സമൂഹത്തിൽ എല്ലാവരും ഒരുപോലെയല്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സമൂഹത്തിൽ മാന്യതയുള്ള ആളുകളുണ്ടാവും, അമാന്യന്മാരായിട്ടുള്ള ആളുകളുമുണ്ട്. മാന്യന്മാർ കാര്യങ്ങൾ സൂക്ഷിക്കാൻ ശ്രമിക്കും. അമാന്യരായിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ മാന്യത വിട്ട് തെറ്റായിട്ടുള്ള വഴിയിലേക്ക് വഴുതി പോകും. അതിന് പ്രവാചക പത്നിമാരെന്തായിരുന്നാലും കാരണക്കാരാകാൻ പാടില്ല എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ നോട്ടം, കേൾവി, അവൻ്റെ സംസാരം, അവൻ്റെയും അവളുടെയും ഒക്കെ നോട്ടം, സംസാരം, കേൾവി പോലുള്ളതിനൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നുള്ളത് ലോകം അംഗീകരിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഇന്ത്യൻ കോടതികൾ പോലും ഒരു സ്ത്രീയുമായി നോക്കുന്നത് ഏത് രീതിയിൽ നോക്കാമെന്ന് വരെ ഇവിടെ വിധി പ്രസ്താവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ വിധി പ്രസ്താവിക്കേണ്ടി വന്നിട്ടുള്ളത്? ചില പ്രത്യേക നോട്ടങ്ങളെ ബലാത്കാരമായിട്ട് കോടതി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. അത് ഇസ്ലാമിക കോടതിയൊന്നുമല്ല.
ജബ്ബാർ പറയുന്ന ഭൗതിക ജനാധിപത്യ മതേതര കോടതി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ജബ്ബാർ പോവേ അത് കണ്ടു പിന്നെ കേട്ടു എന്ന് വെക്കുകയോ ചെയ്യൂല. കാരണം ജബ്ബാറിന് ഇസ്ലാമിനെ വിമർശിക്കണം, പ്രവാചകനെ അവഹേളിക്കണം എന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള പിന്നെ തെറ്റായിട്ടുള്ള പരാമർശങ്ങൾ ഉന്നയിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളത് ജബ്ബാറിൻ്റെ മനോരോഗവുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഗതിയാണ്. അപ്പോൾ ഈ ഒരു മനോരോഗത്തിന് ഉള്ള ചികിത്സ നൽകുക എന്നുള്ളത് മാത്രമേ പിന്നെ പരിഹാരമായിട്ടുള്ളൂ. അതാവട്ടെ ജബ്ബാറിനെ പോലുള്ള ആൾ ആ ചികിത്സക്ക് തയ്യാറാവില്ല. കാരണം തനിക്ക് ഭ്രാന്തന്മാരൊരിക്കലും തങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് പറയാത്തതുപോലെ മനോരോഗികൾ തങ്ങൾക്ക് മനോരോഗമുണ്ടെന്ന് പറയുകയില്ല എന്നതുപോലെ ജബ്ബാർ തനിക്ക് ഇങ്ങനെ ഒരു മനോരോഗമുണ്ട് അതുകൊണ്ട് ചികിത്സ കിട്ടണമെന്ന് ജബ്ബാറും പറയാം. പക്ഷേ ആ മനോരോഗത്തിലാണ് യഥാർത്ഥത്തിൽ ജബ്ബാറുള്ളത്. അതുകൊണ്ടാണ് ജബ്ബാർ ഇങ്ങനെയൊക്കെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത.